കാസർഗോഡ് കുമ്പളയിൽ കവർച്ച നടന്നിരിക്കുന്നു. അഭിഭാഷകയുടെ വീട് കുത്തി തുറന്ന് 29 പവൻ സ്വർണവും വെള്ളിയാഭരണങ്ങളും കവർന്നിരിക്കുകയാണ്. നായ്ക്കാപ്പിലെ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ചയുണ്ടായത്. കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. ചൈത്രയും കുടുംബവും ക്ഷേത്രോത്സവത്തിന് പോയപ്പോഴായിരുന്നു മോഷണം. അഡ്വക്കേറ്റ് ചൈത്ര മാഡമിൻ്റെ സ്വർണം ഉണ്ടായി വന്നിട്ട് അങ്ങനെ ഇവരെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉത്സവം ഉണ്ടായി, കുമ്പള ഗോപാലകൃഷ്ണ ടെമ്പിളിൽ ഉത്സവം ഉണ്ടായതുകൊണ്ട് ആ ഉത്സവത്തിനോടായിട്ട് ഇവർ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ 8 മണിൻ്റെ ഉള്ളിൽ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഉള്ളിൽ കയറ്റാകുമ്പോൾ അടുക്കള വാതിൽ തുറന്നിട്ട് കണ്ടു. നോക്കിയിട്ടാകുമ്പോൾ പോകുമ്പോൾ ഉള്ളിൽ പോയിട്ട് ഇവരെ ബെഡ്റൂമിലുണ്ടായ ഗോഡ്രേജിൻ്റെ എല്ലാം തുറന്നിട്ട് അതിലെ 29 പവൻ സ്വർണം പിന്നെ കവർച്ച ചെയ്ത മാതിരി കണ്ടു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വൻ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവമാണോ? പോലീസ് എവിടേക്കാണ് അന്വേഷണം നടത്തുന്നത്? സ്മൃതി, ഇന്നലെ രാത്രിയാണ് ഈ മോഷണം ഉണ്ടായത്. കുമ്പളയിൽ ഒരു ക്ഷേത്രോത്സവം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രോത്സവത്തിന് വൈകിട്ട് 6 മണിയോടെയാണ് അഭിഭാഷകയായിട്ടുള്ള ചൈത്രയും അതോടൊപ്പം തന്നെ കുടുംബവും പോയത്. അതിനുശേഷം ഒരു 8:30 അവർ ആ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ആ സമയത്താണ് ആ കവർച്ച നടന്ന വിവരം അവരറിഞ്ഞത്. ആ വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വീടിനകത്തെ ആ കിടപ്പ് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും പണവുമാണ് നിലവിൽ മോഷണം പോയിട്ടുള്ളത്. 29 പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 1,00,000 രൂപയുടെ വെള്ളി ആഭരണങ്ങളും 5,000 രൂപ പണവും നഷ്ടമായിട്ടുണ്ട് എന്നതാണ് ഈ അഭിഭാഷകയുടെ പരാതിയിൽ പറയുന്നത്. ഇവർ കൃത്യമായി ഉത്സവത്തിന് പോകുന്നത് അറിയുന്ന അല്ലെങ്കിൽ ആ വീടും പരിസരവും നന്നായി അറിയുന്ന ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിന് സമീപ പ്രദേശങ്ങളുള്ള CCTV ദൃശ്യങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ആയി പോലീസ് ശേഖരിച്ച് വരുന്നുണ്ട്. അവിടെ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള മറ്റു വീടുകളിലും ആൾക്കാരുണ്ടായിരുന്നില്ല. സമീപത്തെ വീടുകളിലൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ഈ തക്കം പാർത്താണ് ഇപ്പോൾ ഈ കവർച്ച നടന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സമീപ പ്രദേശങ്ങളിലുള്ള ആളാകാം ഈ മോഷ്ടാവ് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ശരി, അരുൺ പൂപ്പറമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.